ഒരു ഷെഫായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ? നോ, ഞാൻ പഠിച്ചത് അതല്ല. പാചകം ഒരു പാഷൻ കൊണ്ട് അതിലേക്ക് വന്നു. അതെനിക്കൊരു ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഇൻബോൺ ആയിട്ടൊരു ടേസ്റ്റ് അതിലേക്ക് കുക്ക് ചെയ്യാനുള്ള അതൊരു ഇഷ്ടം, ഭയങ്കരമായൊരു ഇഷ്ടം. ഞാൻ ഓൾറെഡി കേറ്ററിംഗ് ഫീൽഡിൽ ഇറങ്ങിയിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതറിയില്ലല്ലേ? അയ്യോ, ഓക്കെ, ഐ ഹാവ് എ കേറ്ററിംഗ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഞാനത് മോന് 1 വയസ്സുള്ളപ്പോൾ, മോനിപ്പോൾ 30 വയസ്സെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേറ്ററിംഗ്. ഓക്കെ, അത് അന്നേരം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു സൈഡായിട്ടൊരു ഇൻകം വേണമെന്ന് തോന്നി. അന്ന് എനിക്കങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഒരു സ്ട്രീക്ക് എനിക്കുണ്ട്. ഓക്കെ, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അച്ഛനെയും അമ്മയൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും മേടിച്ചിട്ടില്ല എന്നല്ല, കല്യാണ സമയത്ത് നമുക്ക് എന്തായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാരൻസിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കണ ഇഷ്ടമല്ല, ഹസ്ബൻഡിനോട് ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ വാണ്ടഡ് ടു മേക്ക് സം മണി ആ സൈഡ്. ഇപ്പോൾ കോളേജിലെ ശമ്പളം ഇല്ലേന്ന് ചോദിച്ചാൽ അത് സഫീഷ്യൻ്റ് അല്ലായിരുന്നു, സ്റ്റാർട്ടിങ് അല്ലേ. അന്ന് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് കോളേജാണ്. അപ്പോൾ ഇറ്റ് വാസ് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതോടൊപ്പമാണ് ഞാൻ എൻ്റെ കേറ്റർ. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ പല പല ഓപ്ഷൻസ് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ കുക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടമായ സാധനം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പല പോസിബിലിറ്റീസ് നോക്കിയപ്പോൾ ചെറിയ പാർട്ടീസ് തൊട്ട് തുടങ്ങാൻ വിചാരിച്ചു. മാക്സിമം 100 എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന അത്രയും. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഹാർഡ്ലി എനിക്ക് 27-28 വയസ്സേ ഉള്ളൂ. ഓക്കെ, ആ സമയത്താണ് ഞാൻ തുടങ്ങുന്നത്.